പൂക്കളികളും പൂപ്പാട്ടുമായി നാടെങ്ങുമുള്ള മലയാളികൾ തിരുവോണം ആഘോഷിക്കുകയാണ്. കള്ളവും ചതിയുമില്ലാത്ത മാവേലി നാടിന്റെ സ്മരണയാണ് മലയാളികൾക്ക് തിരുവോണം. ഉള്ളവനും ഇല്ലാത്തവനും എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ജീവിച്ച ആ പഴയ കാലം. മലബാറിലെ ഓണാഘോഷങ്ങൾക്ക് പൊലിമയേറെയാണ്. എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ മഹാബലി തന്റെ പ്രജകളെ കാണാൻ വരുമെന്നാണ് വിശ്വാസം. ദുരിതങ്ങളുടെ പേമാരി പെയ്തൊഴിഞ്ഞ് ആകാശം തെളിയുന്ന പൊന്നിൻ ചിങ്ങം തുടങ്ങുമ്പോൾ തന്നെ മലയാളികൾ ഓണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. തിരുവോണനാളിൽ പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ച് പാടത്തും പറമ്പുകളിലും പോയി ശേഖരിച്ച പൂക്കൾ കൊണ്ട് വീട്ടുമുറ്റത്ത് കുട്ടികൾ മനോഹരമായ പൂക്കളങ്ങൾ തീർക്കും. അപ്പോഴേക്കും അടുക്കളയിൽ സദ്യവട്ടങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ടാവും. ഊഞ്ഞാലാട്ടം, തുമ്പിതുള്ളൽ, പുലികളി തുടങ്ങി ഓണക്കളികൾ ഓരോ ദേശത്തും വ്യത്യസ്തമായിരിക്കും. തിരുവോണം നാൾ പൂർത്തിയാകുന്നതോടെ മലയാളികൾ അടുത്ത ഓണത്തിനായുള്ള കാത്തിരിപ്പ് തുടങ്ങും. ഓണത്തെക്കുറിച്ച് കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് കുറച്ചുകൂടെ മധുരിക്കുന്ന ഓർമ്മകളായിട്ടുള്ളത്. എല്ലാവരും കൂട്ടുകുടുംബമായിരുന്നല്ലോ. എല്ലാവരും കൂടി ഒത്തുകൂടി പൂ പറിക്കാൻ പോണതും, പണ്ട് വാങ്ങണ പൂവില്ല, തൊടിയിൽ തുമ്പപ്പൂവ്, ചെമ്പരത്തി, പിന്നെ അങ്ങനെ ഒരുപാട് തെച്ചിപ്പൂ ഒക്കെ തൊടിയിലുണ്ടാവണ പൂക്കളായിരുന്നു പറിച്ചിരുന്നത്. ഇപ്പോഴത്തെ ഓണം ഒക്കെ എന്താ പറയുക, താൽക്കാലികമായിട്ടുള്ള ഒരു ആഘോഷമായിട്ടാണ് എല്ലാവർക്കും ആ ഒരു തോന്നുന്നത്. അതിൻ്റെ ഒരു വ്യത്യാസവും ഇതൊക്കെ അറിയാനുണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂ